വീട്ടിൽ അദ്ദേഹം സംഗീതത്തിന് എന്തുമാത്രം കൊണ്ടുവരുമായിരുന്നു വീട്ടിലേക്ക്, വ്യക്തി ജീവിതത്തിലേക്ക്? വീട്ടിലേക്ക് അങ്ങനെ എപ്പോഴും പാടിക്കൊണ്ടൊന്നും നടക്കില്ല. റെക്കോർഡിങ് കഴിഞ്ഞ് വന്നാൽ കുറേ നേരം ഇട്ട് ആ പാട്ട് എന്നെ ഫസ്റ്റ് കേൾപ്പിക്കണത്. കാറിലേക്ക് വിളിച്ചിട്ട് തന്നെ അവിടെ ഇരുന്ന് പാട്ട് കുറേ പ്രാവശ്യം കേട്ട് മതിയാവളം കേട്ടിട്ടാ പിന്നെ ഉള്ളിലേക്ക് വീട്ടിലേക്ക് കയറി വരുവുള്ളായിരുന്നു. അത് ഞങ്ങളൊക്കെ കേട്ട പല പാട്ടുകളും ആദ്യം കേട്ടിട്ടുള്ളത് അപ്പൊ റാണിയന്റെ ആയിരിക്കുമല്ലോ. അതെ അതെ അല്ലേ? അതെ. ആദ്യമൊക്കെ പിന്നെ സ്റ്റുഡിയോയിൽ പോകുമ്പോ റെക്കോർഡിങ്ങിന് പോകുമ്പോ എന്നെ കൊണ്ടുപോകുമായിരുന്നു. പിന്നെ കുഞ്ഞുങ്ങളായി കഴിഞ്ഞപ്പോ ഞാൻ പോകില്ല, എന്നാലും വന്നു കഴിഞ്ഞാൽ ആദ്യം കേൾപ്പിച്ചിട്ട്. അർജുന മാഷാണ് വിവാഹത്തിന്റെ ആണോ? അതെ അതെ. മാഷിന്റെ മോളും ഞാനും കൂട്ടായിരുന്നു, ഞങ്ങൾ ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ മാഷ് ഇങ്ങനെ വീട്ടിൽ പറഞ്ഞപ്പോഴാണ് ഈ കല്യാണാലോചന ഉണ്ടായത്. എന്നിട്ട് മാഷ് കല്യാണം ആലോചിച്ച് കഴിഞ്ഞിട്ട് ചേട്ടൻ കാണാൻ വന്നപ്പോ അപ്പൊ പ്രേമഗീതങ്ങളുടെ ഫംഗ്ഷൻ എന്തോ കഴിഞ്ഞിട്ട് 100th ഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് വരികയായിരുന്നു. അപ്പൊ വന്നിട്ട് എല്ലാരും കുറെ പേരുണ്ടായിരുന്നു, 10-11 പേരുണ്ടായിരുന്നു കാണാൻ വന്നപ്പോ. അപ്പൊ വന്നിട്ട് എന്നോട് ചോദിച്ചു, മ്യൂസിക് ഡയറക്ടർ ജോൺസൺ എന്ന് പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടില്ല, ഞാൻ യേശുദാസ്, എസ് ജാനകി, സുശീലാമ്മ അങ്ങനെയൊക്കെ കേട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അത് പിന്നെ അവസാനം വരെ പറയുമായിരുന്നു, അവൾ എന്നെ അത്രയും പേരുടെ മുൻപിൽ വെച്ച് നാണം കെടുത്തി.